സത്യം പറഞ്ഞാലേ ഗവൺമെൻറ് ഇപ്പോൾ ഇങ്ങനത്തെ പ്രോഡക്റ്റുകളൊക്കെ ഇവിടെ ഇമ്പോർട്ട് ചെയ്യാനും ഇത് സെയിൽ ചെയ്യാനും ഇത് ടാക്സ് പിരിക്കുക എല്ലാം അനുമതിയുണ്ട്. പക്ഷേ ഈ സാധനങ്ങളെല്ലാം ഒരു ഷോപ്പേരം വാങ്ങിക്കൊടുന്ന് അല്ലെങ്കിൽ ഡിസ്ട്രിബ്യൂഷൻ അത് വാങ്ങിക്കൊടുന്ന് വിറ്റിട്ട് ഇത് വണ്ടിയിൽ ഫിറ്റ് ചെയ്ത് വണ്ടി റോഡിലേക്ക് ഇറങ്ങുമ്പോൾ മാത്രമേ പ്രശ്നമുള്ളൂ. അത് വേറെ പ്രശ്നമില്ല. അതിനൊക്കെ ഒരു റെഗുലേഷൻ കൊടുത്താൽ മതി. ശരിക്കും അങ്ങനെ ബാൻ ചെയ്ത സാധനമാണെന്നുണ്ടെങ്കിൽ ശരിക്കും അത് ഇവിടെ ഇമ്പോർട്ട് ചെയ്യാനോ അത് നിയമപരമായിട്ട് സെയിൽ ചെയ്യാനോ അത് ആ രീതിയിൽ തന്നെ അവർ എന്ത് ചെയ്യണം, ബാൻ ചെയ്യണം. ഇത് നേരെ മറിച്ച് ഇതെല്ലാ ഓപ്ഷൻസും കൊടുക്കും. ഇമ്പോർട്ട് ചെയ്യാൻ ഓപ്ഷൻ കൊടുക്കും, സെയിൽ ചെയ്യാൻ എല്ലാ ഓപ്ഷൻസും കൊടുത്തിട്ട് ഇത് വണ്ടിമേ ഫിറ്റ് ചെയ്തിട്ട് റോഡിലിറങ്ങും മാത്രം വിഷയം വരുമ്പോഴാണ് ഞാൻ പറയില്ല. ഇപ്പോൾ നമ്മുടെ നാട്ടിൽ ഇത്രയും RTOൻ്റെ ഇത്രയും ചൊറകൾ ഉണ്ടായിട്ട് നമ്മുടെ നാട്ടിലെ ആളുകൾ മോഡിഫൈ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇവിടെ അതിനൊരു സപ്പോർട്ട് ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ അതിനൊരു നമ്മൾ കറക്റ്റ് ഒരു റെഗുലേഷൻ കൊണ്ടുവരാണെങ്കിൽ ഇന്നത് ചെയ്യാൻ പറ്റില്ല, ഇന്നത് ചെയ്തോളൂ, അല്ലെങ്കിൽ ചെയ്യുമ്പോൾ എത്ര അളവിൽ ചെയ്യണം എന്നുള്ള ഒരു കറക്റ്റ് റെഗുലേഷൻ കൊണ്ടുവരണമെങ്കിൽ ഈ ബിസിനസ് നമ്മളെ ബിസിനസ് എന്നല്ല, ഒരു ഓട്ടോമൊബൈൽ ഇൻഡസ്ട്രിയിലുള്ള ഈ ഒരു മോഡിഫിക്കേഷൻ ബിസിനസ് തന്നെ നല്ല രീതിയിൽ മുന്നോട്ട് പോകും. ആളുകൾക്കും ഇഷ്ടമുള്ള കേസാണല്ലോ വണ്ടിമേ വർക്ക് എടുക്കുക എന്നുള്ളത്. എൻ്റെ ഒരു എക്സ്പീരിയൻസ് വെച്ചിട്ടേ നമ്മളിപ്പോൾ കേരളത്തിൽ തന്നെ ഒരു 150ഓളം ഡിസ്ട്രിബ്യൂട്ടേഴ്സ് ഉണ്ട്, ഒരു 1500ഓളം ഇതേപോലെ ഡീലേഴ്സ് ഉണ്ട്. ഇവരെ കീഴിലൊക്കെ ഒരുപാട് സ്റ്റാഫുകൾ വർക്ക് ചെയ്യുന്നുണ്ട്, ഒരുപാട് കുടുംബങ്ങൾ കഴിയുന്നുണ്ട്. നല്ല രീതിയിൽ പോകുന്ന ഒരു ബിസിനസ്സാണിത്. അതായത് വേറെ രീതിയിൽ വേറെ ബുദ്ധിമുട്ടൊന്നും ഉണ്ടാക്കുന്നില്ല. അപ്പോൾ ഗവൺമെൻറ് സപ്പോർട്ട് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഭാവിയിൽ ഇത് നല്ല രീതിയിൽ മുന്നോട്ട് പോകാൻ ചാൻസ് ഉണ്ട്.